ഹലോ ഫ്രണ്ട്സ്, H&H വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന കടച്ചക്കയും ചെമ്മീനും കൂടിയുള്ള വറുത്തരച്ച കറിയാണ്. അതിൽ ആദ്യം ചെമ്മീൻ ഞാൻ മഞ്ഞപ്പൊടിയും പച്ചമുളകും കുടംപുളിയും ഇട്ട് പറ്റിച്ച് വെച്ചതായിരുന്നു. ഇത് ഒരു കടച്ചക്ക കഷ്ണിച്ചെടുത്ത് കറയെല്ലാം കളഞ്ഞ് കഷ്ണിച്ചെടുത്തതാണ്. ഈ പറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് കരിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെമ്മീൻ പറ്റിച്ച ചട്ടി തന്നെ ആവുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ പറ്റിച്ച ചട്ടി തന്നെ ഇത് വേവിക്കുന്നത്. എപ്പോഴും ചട്ടിയിൽ കറി വയ്ക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വേവിക്കുക. പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഞാൻ കുടംപുളി ഇട്ട് പറ്റിച്ച ചെമ്മീൻ ആയതുകൊണ്ട് അതിൽ ഓൾറെഡി പുളിയുടെ ചുവയുണ്ട്, നല്ല പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, പിഴിഞ്ഞൊഴിക്കുന്നുമില്ല. ആവശ്യത്തിന് പുളിയുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിനി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്രൗണിഷ് ആകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് കരിവേപ്പിലയും ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കേണ്ടതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടി മതി. ആ 3 പൊടിയും ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ടാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് ആറാനായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ കടച്ചക്ക എങ്ങനെയായെന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആയിരുന്ന വെള്ളമൊക്കെ പറ്റി കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കടച്ചക്കയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇതാണ്. നന്നായിട്ട് തിക്കായിട്ടുള്ള പേസ്റ്റ് കിട്ടി നമുക്ക് തേങ്ങ വറുത്തരച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിള വരുന്നവരെ വെക്കേണ്ടതാണ്. ആ ജാറ് കഴുകിയ വെള്ളം മതി. നമ്മൾ അരച്ചെടുക്കുന്ന ജാറുണ്ടല്ലോ, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുറുകി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തോട്ടും ആ ഗ്രേവി എത്തുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല തിള വരുന്നവരെ ഒന്ന് എണ്ണ തെളിയണം. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് എണ്ണ തെളിയുന്നവരെ വയ്ക്കുക. ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ചുവന്നുള്ളിയും ഉള്ളിയും കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും ഇട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് വരട്ടിയെടുത്തിട്ട് അധികം കരിയിച്ച് കളയേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കറിയൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കറിയിലോട്ട് നമുക്ക് ആ വറ കോരിയിടാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കടച്ചക്ക കറി പിള്ളേർക്കും കൊടുക്കാൻ, ചെമ്മീനും ഉള്ള നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.